നിങ്ങൾക്ക് പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ എന്തെങ്കിലും ഉണ്ടോ? ഇനി ഇതൊന്നുമില്ലെങ്കിൽ തന്നെ നമ്മൾ 4 പേരിൽ ഒരാൾക്ക് ഈ രോഗം വരികയും വന്നാൽ മരണപ്പെടുകയും അതുമല്ലെങ്കിൽ ആജീവനാന്ത കാലം കിടന്നു പോവുകയും ചെയ്യും. എന്നാൽ അതിന് വെറും 4 മണിക്കൂർ കൊണ്ട് പൂർണ്ണമായിട്ടുള്ള പരിഹാരം കണ്ടെത്തുന്ന ഡോക്ടറുമായിട്ടാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇതെന്താണ് ഈ രോഗം എന്നുള്ളത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. കാരണം നമ്മളിൽ ഒരാൾക്ക് വന്നാൽ ഇതിനൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്, ഇതിനൊരു ഡോക്ടർ ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതെ, നമ്മൾ ഇന്നുള്ളത് കിംസ് അൽഷിഫ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിലെ ഡോക്ടർ ജിതിൻ ബിനോയ് ജോർജിനൊപ്പമാണ്. ഇദ്ദേഹത്തിനൊപ്പം ഈ വീഡിയോ ചെയ്യേണ്ട ഒരു പ്രധാന കാരണമുണ്ട്. ഞാൻ എന്തും നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ഏറ്റവും മികച്ചതായിരിക്കും. അതുപോലെ തന്നെ ഇദ്ദേഹവും ഏറ്റവും മികച്ചൊരു വ്യക്തിയാണ്. അതിനൊരു കാരണമുണ്ട്. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്ട്രോക്ക് കെയർ പ്രൊവൈഡറാണ്. അത് ഞാൻ പറഞ്ഞതല്ല, ഇദ്ദേഹത്തിനെ സെലക്ട് ചെയ്ത് ഇദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹവുമായിട്ട് വന്നിട്ടുള്ളത് ആ സ്ട്രോക്ക് എന്ന വേളിൽ തന്നെ കിടപ്പുണ്ട് എന്താണെന്നുള്ളത്. അപ്പോൾ ഡോക്ടറെ ഒന്ന് പറയുമോ, നമ്മൾ 4 പേരിൽ ഒരാൾക്ക് വരുന്ന രോഗം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഏതൊരാൾക്കും മനസ്സിലാവുന്ന രീതിയിൽ ഡോക്ടർ ഒന്ന് പറഞ്ഞു കൊടുക്കും. ഈ സ്ട്രോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഉദാഹരണമായി ഹാർട്ട് അറ്റാക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ സ്ട്രോക്ക് അതേമാർക്ക് ഫെമിലിയർ അല്ല. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഒരു അറ്റാക്കാണ്, ബ്രെയിനിൻ്റെ അറ്റാക്കാണ്. അതാണ് സ്ട്രോക്ക്. അത് വളരെ പെട്ടെന്നാണ് സംഭവിക്കുക. അതുകൊണ്ടാണ് അതിന് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഒരു അടി ലഭിക്കുന്ന പോലെ വളരെ പെട്ടെന്ന്. ഇതിപ്പോൾ നമുക്ക് പ്രധാനമായി അറിയേണ്ടത് സ്ട്രോക്ക് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അതിനുള്ള ലക്ഷണങ്ങൾ നമുക്കറിയണം. അതിനുള്ളൊരു നിമോണിക്കാണ് ബി ഫാസ്റ്റ്. അതിൽ ബി സൂചിപ്പിക്കുന്നത് ബാലൻസിനെയാണ്. പെട്ടെന്ന് രോഗിക്ക് ബാലൻസ് നഷ്ടമാകുക. ഈ സൂചിപ്പിക്കുന്ന ഐസാണ്, ഒരു ഭാഗം കാണാതിരിക്കുക അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് മങ്ങൽ വരിക. എഫ് സൂചിപ്പിക്കുന്ന മുഖമാണ്, മുഖത്തിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ കോടിപ്പോവുക. അല്ലെങ്കിൽ ഇത് പിന്നെ ഉള്ളത് എ സൂചിപ്പിക്കുന്ന കൈ അല്ലെങ്കിൽ കാല് ഒരു ഭാഗം ബലക്കുറവുണ്ടാകുക. എസ് സൂചിപ്പിക്കുന്ന സ്പീച്ചാണ്, വർത്തമാനം പറയുമ്പോൾ കുഴഞ്ഞു പോവുക അല്ലെങ്കിൽ രോഗിക്ക് പറയാൻ സാധിക്കാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ഉത്തരത്തിനല്ല വേറെ എന്തെങ്കിലും ഉത്തരം പറയുക. ബി ഫാസ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ചാൽ ടൈമാണ്. കാരണം എത്ര പെട്ടെന്നാണോ രോഗിനെ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ എത്തിക്കുക, അപ്പോഴാണ് രോഗിക്ക് അതിനുള്ള മികച്ച ചികിത്സ ലഭിക്കുക. ഓക്കെ ഡോക്ടറെ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ, വാട്ട് ഈസ് ദാറ്റ്, എന്താണത്? അതായത് എല്ലാ ഹോസ്പിറ്റൽസും സ്ട്രോക്ക് റെഡി അല്ല. ഉദാഹരണം, സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ നമുക്ക് 24 hours ഒരു CT സ്കാൻ അഥവാ MRI സ്കാനിൻ്റെ ലഭ്യത, ഒരു ഇൻ്റർവെൻഷണൽ ന്യൂറോളജിസ്റ്റിൻ്റെ ലഭ്യത. ജനറൽ ന്യൂറോളജിസ്റ്റ് അല്ല, നമ്മൾ ഇപ്പം കാർഡിയോളജിസ്റ്റ് നമ്മൾ കേട്ടിട്ടുള്ള ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഉണ്ട്. കാത്ത് ലാബിൽ പോയി ബ്ലോക്ക് ഉണ്ടെങ്കിൽ ബ്ലോക്ക് നീക്കുന്ന ഡോക്ടറാണ് ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ്. അതേപോലെ പ്രധാനപ്പെട്ട സ്ട്രോക്കും ബ്ലോക്കുകളാണ്. അപ്പോൾ അത് നമ്മൾ വലിയ ബ്ലോക്ക് ആണെങ്കിൽ കാത്ത് ലാബിൽ പോയി മെക്കാനിക്കൽ ത്രോംബക്ടമി എന്നൊരു പ്രൊസീജിയറുണ്ട്. ആ ബ്ലോക്ക് വലിച്ചെടുത്ത് രോഗിയെ പഴയ അവസ്ഥയിൽ എത്തിക്കാനുള്ള സാധ്യതയുള്ളൊരു പ്രൊസീജിയറാണ്. അത് ചെയ്യാൻ ചിലപ്പോൾ ഒരു ഡോക്ടറാണ് ഇൻ്റർവെൻഷണൽ ന്യൂറോളജിസ്റ്റ്. ആ ന്യൂറോളജിസ്റ്റ് ഒരു സ്ട്രോക്ക് ICU ഇതെല്ലാം ഉള്ള സ്ട്രോക്ക് യൂണിറ്റ് ഉള്ളൊരു ഹോസ്പിറ്റലാണ് സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ. ഇപ്പോൾ നമ്മൾ ആ ഹോസ്പിറ്റലിൽ എത്തുകയാണെങ്കിൽ രോഗിക്ക് കാലതാമസം ഇല്ലാതെ ഇപ്പോൾ ഉടനടി രോഗിക്ക് CT സ്കാൻ എടുക്കാനുള്ള സൗകര്യവും MRI എടുക്കാനുള്ള സൗകര്യവും എല്ലാം പെട്ടെന്ന് തന്നെ ഉണ്ടാവും. അപ്പോൾ ഡോക്ടറെ, എൻ്റെ കുടുംബത്തിൽ തന്നെ സ്ട്രോക്ക് വന്നിട്ട് കിടപ്പായ ഒരാളുണ്ട്. അപ്പോൾ ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു. പക്ഷേ അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ഈ സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ അല്ലാത്തതുകൊണ്ടായിരിക്കുമോ? ആയിരിക്കാം. അതായത് നമ്മൾ പ്രധാനമായി ഇപ്പോൾ ഇതിൽ പുതിയ ചികിത്സാ രീതികളൊക്കെ ലഭ്യമാണ്. ഇപ്പോൾ ഉദാഹരണമായി ഇപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു സ്ട്രോക്ക്, ഈ ബി ഫാസ്റ്റ് ലക്ഷണം ഉണ്ടെങ്കിൽ ആദ്യം തന്നെ സ്ട്രോക്കാണ് നമ്മൾ സ്ഥിരീകരിക്കാൻ വേണ്ടി സ്കാൻ എടുക്കും. സ്കാൻ എടുത്തത് ബ്ലോക്കാണോ ബ്ലീഡാണോ എന്ന് അറിയണം. പ്രധാനമായി ബ്ലോക്ക് ആണെങ്കിൽ ഇപ്പം 4.5 മണിക്കൂറിനുള്ളിലാണെങ്കിൽ നമുക്കത് അലിയിക്കാൻ സാധിക്കും. ഒരു ഇഞ്ചക്ഷൻ ഉണ്ട് ടെനക്റ്റിപ്ലീസ്, അത് നമ്മൾ കൊടുത്താൽ അപ്പം തന്നെ അലിയിക്കാൻ സാധിക്കും. എന്നാൽ വലിയ രക്തക്കുഴലിലെ ബ്ലോക്കുകൾ, അതായത് നമ്മുടെ കണ്ടനാടി, ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറി, തലയിലുള്ളിലെ മിഡിൽ സെർബൽ ആർട്ടറി എന്നുള്ള രക്തക്കുഴലാണെങ്കിൽ ഈ അലിയിച്ചാലും തുറക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയുള്ള കേസ് നമ്മൾ തുറന്നിട്ടില്ലെങ്കിൽ രോഗി പൂർണ്ണമായി തളർന്നു പോവുകയോ മരണപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കേസിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ എമർജൻസി ആയിട്ട് ത്രോംബെക്ടമിയാണ്. ഉടനടി നമ്മൾ കാത്ത് ലാബ് ഷിഫ്റ്റ് ചെയ്ത് ആ ബ്ലോക്ക് നമ്മൾ കാലിലെ രക്തക്കുഴൽ വഴി കയറി അവിടെ നമ്മളൊരു സ്റ്റെൻഡ് ഇടുകയും പിന്നെ ഒരു സക്ഷൻ്റെ സഹായത്തോടെ ബ്ലോക്ക് വലിച്ചെടുക്കുകയും ചെയ്യും. അങ്ങനെ എത്ര പെട്ടെന്നാണ് രോഗിക്ക് ആ ചികിത്സ ലഭിക്കുന്നത് അത്രയും പെട്ടെന്ന് രോഗി പഴയ അവസ്ഥയിൽ എത്താനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ 1 മിനിറ്റ് നമ്മൾ ലേറ്റ് ആവും തോറും ഏകദേശം 20 ലക്ഷം കോശങ്ങൾ നശിച്ചു പോകും. ആ നശിച്ചു പോയ കോശം നമുക്ക് തിരിച്ച് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ എത്ര പെട്ടെന്നാണ് ഈ ചികിത്സ കൊടുക്കുന്നത് അത്രയും ഫാസ്റ്റ് ആയിരിക്കും രോഗിയുടെ റിക്കവറി. ഓക്കെ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ 4 പേരിൽ ഒരാൾക്ക് വരുമെന്ന് ഞാൻ വായിച്ചറിഞ്ഞ കാര്യമാണ്. അത് സത്യമാണോ? അതെ, നമ്മൾ 4 പേര്, ഇപ്പോൾ നമ്മൾ കൂടി 4 പേരിൽ ഒരാൾക്ക് അവരുടെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും സ്ട്രോക്ക് സംഭവിക്കും. അപ്പോൾ എപ്പോഴും ആൾക്കാർ വിചാരിക്കും എനിക്ക് ഷുഗർ ഇല്ല, പ്രഷർ ഇല്ല, എനിക്ക് സ്ട്രോക്ക് വരത്തില്ല. അങ്ങനെയല്ല. ഇപ്പോൾ നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ നോക്കുന്നുണ്ടായിരിക്കത്തില്ല. അവരുടെ ലൈഫ് ടൈമിൽ എപ്പോഴെങ്കിലും അവർക്ക് സ്ട്രോക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഓരോ 40 സെക്കൻഡ്സിലും ലോകത്ത് ഒരാൾക്ക് സ്ട്രോക്ക് സംഭവിക്കും. ഇന്ത്യയുടെ കണക്കാണെങ്കിൽ 3 മിനിറ്റിൽ ഒരാൾക്ക് സ്ട്രോക്ക് സംഭവിക്കും. ഓക്കെ, ഞാൻ വിചാരിച്ചിരുന്ന ഇത്രയും നാൾ പ്രഷർ ഉള്ള ഒരാൾക്കാണ് സ്ട്രോക്ക് വരുന്നത്, പ്രഷർ കൂടുമ്പോഴാണ് സ്ട്രോക്ക് വരുന്നത്. ഇതായിരിക്കും പല മലയാളികളുടെ അല്ലെ ഈ വീഡിയോ കാണുന്ന പലരുടെയും അറിവ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ലേ? അങ്ങനെയല്ല. ഇപ്പോൾ പ്രഷറോട് സ്ട്രോക്കിന് കാരണമാണ്, ഷുഗർ സ്ട്രോക്കിന് കാരണമാണ്, കൊളസ്ട്രോൾ സ്ട്രോക്കിന് കാരണമാണ്, അമിതമായ തടി, പുകവലി,
ലഹരി, ഇതെല്ലാം സ്ട്രോക്കിന് കാരണമാണ്. ഇതിനെല്ലാം പുറമെ ചിലർക്ക് ജനിതകമായ ചില അസുഖങ്ങളുണ്ട് സ്ട്രോക്കിന് കൂടുതൽ ചാൻസ് ഉള്ളത്. പ്രായം കുറവുള്ള ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച 18 വയസ്സുള്ള ആൾ സ്ട്രോക്കായി വന്നു. അപ്പോൾ നോക്കുമ്പോൾ ജനിതകമായ ഒരു കാരണമുണ്ട്. അങ്ങനെ പല കാരണങ്ങളും ഉണ്ട്. BP കൂടി വരുന്ന സ്ട്രോക്ക് സാധാരണ BP കൂടി രക്തക്കുഴൽ പൊട്ടി വരുന്നത് ബ്ലീഡിങ് കാരണമാണ്. അത് ഒരു 20 to 30% സ്ട്രോക്ക് ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ TIA, ട്രാൻഷ്യൻ്റ് ഇസ്കീമിക് അറ്റാക്ക്, അതായത് രോഗിക്ക് കുറച്ച് മിനിറ്റ് അല്ലെങ്കിൽ സെക്കൻഡുകൾക്ക് മാത്രം ഒരു ഭാഗം തളർന്നു പോയി, പക്ഷെ തന്നെ അങ്ങ് ഇമ്പ്രൂവ് ചെയ്തു. അപ്പോൾ ഈ രോഗി നമ്മുടെ അടുത്ത് ഒരു ഒപ്പീനിയന് വേണ്ടി വന്നതാണ്. നമ്മളപ്പം MRI എടുത്തു, MRIയിൽ ഒരു നല്ല ബ്ലോക്ക് കണ്ടു. നമ്മളങ്ങനെ കാത്ത് ലാബിലെ ആൻജിയോഗ്രാം, ഡിജിറ്റൽ സബ്സ്ട്രാക്ഷൻ ആൻജിയോഗ്രാം, അതിൻ്റെ പേരാണ് DSA എടുത്തപ്പോൾ നമ്മൾ കണ്ടത് ഇത് നമ്മുടെ കഴുത്തിൻ്റെ അവിടെയുള്ള മെയിൻ കുഴലാണ്, കരോട്ടിഡ് ആർട്ടറി, കണ്ടനാടി എന്ന് പറയുന്ന കുഴൽ. ഇത് മുഖത്തോട്ട് പോകുന്ന ഭാഗവും ഇതാണ് തലച്ചോറിനുള്ളിൽ പോകേണ്ട ഭാഗം. ഇത് നിങ്ങളിവിടെ കണ്ടോ, ഏകദേശം ഒരു 99% അടവാണ്. ഇത് പൂർണ്ണമായി അടഞ്ഞു പോയി കഴിഞ്ഞാൽ രോഗി പറ്റ തളർന്നു പോവുക അല്ലെങ്കിൽ മരണസാധ്യത വളരെ കൂടുതലുള്ള ബ്ലോക്കാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ബ്ലോക്കിന് നമുക്ക് കരോട്ടിഡ് ആർട്ടറി സ്റ്റെൻഡിങ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഹാർട്ട് ആൻജിയോപ്ലാസ്റ്റിക് ഒക്കെ കാർഡിയോളജിസ്റ്റ് സ്റ്റെൻഡ് ചെയ്യുന്ന പോലെ നമ്മൾ ഇവിടെ സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. നമ്മൾ നേരത്തെ ഇവിടെയായിരുന്നു ബ്ലോക്ക് കണ്ടത്. നമ്മൾ ആദ്യം ഒരു വയറ് പാസ് ചെയ്യും. നമ്മൾ ഈ കണ്ടനാടി എന്ന് പറയുന്നതിന് വലുപ്പം തന്നെ ഏകദേശം 7-8 മില്ലിമീറ്റർ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ഈ സ്റ്റെൻഡ്. അപ്പോൾ വളരെ സൂക്ഷ്മമായി വളരെ സ്കിൽഫുള്ളായി ചെയ്യേണ്ട ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ആദ്യം ഒരു വയറ് പാസ് ചെയ്യും, എന്നിട്ട് ഒരു ബലൂൺ വെച്ചിട്ട് ഇതിനെ ഡയലേറ്റ് ചെയ്യും. അപ്പം സ്റ്റെൻറ്റിന് പോകാനുള്ള സ്ഥലം കിട്ടും. എന്നിട്ട് നമ്മൾ ഇത് കണ്ടു, ഒരു സ്റ്റെൻറ്റ്, ഒരു വല പോലത്തെ സാധനം, ഇതാണ് സ്റ്റെൻറ്റ്. അതോടെ പ്ലേസ് ചെയ്യും. എന്നിട്ട് ഈ രക്തക്കുഴൽ ഇപ്പം പഴയൊരവസ്ഥയിലെത്തും. ഇതാണ് കരോട്ടിഡ് ആർട്ടറി സ്റ്റെൻറ്റിങ്. ഇദ്ദേഹം ഒരു 60 വയസ്സുള്ളൊരു വ്യക്തിയായിരുന്നു. പെട്ടെന്ന് പള്ളിയിൽ പോയി, നോമ്പെടുത്ത് പള്ളിയിൽ പോയി, ആ സമയത്ത് പെട്ടെന്ന് ഇയാളുടെ ഇടത്തു ഭാഗം കുഴഞ്ഞു പോയി. അങ്ങനെ ഒരു ബോധം പോയൊരു സിറ്റുവേഷനാണ് നമ്മുടെ അടുത്ത് വന്നത്. ഇത് നമ്മുടെ തലയാണ്, തലച്ചോറാണ്. ഇതാണ് നമ്മുടെ മെയിൻ കുഴൽ. ഇവിടെ കാണുന്നുണ്ട്, ഇങ്ങനെയാണ് ഇത് കൊടുക്കേണ്ടത്. ഈ കുഴൽ ഇവിടെ വെച്ച് ബ്ലോക്കാണ്. അതായത് ഇത്ര വലിയൊരു ഭാഗം രക്തോട്ടം ഇല്ലാതെ ഇരിക്കുകയാണ്. അപ്പോൾ 1 മിനിറ്റ് വെച്ചിട്ട് 20 ലക്ഷം കോശങ്ങൾ വെച്ചിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ എത്ര നേരത്തിനുള്ള ഇവിടെ അത്രയും ഭാഗം ഈ ഡാമേജ് ഇങ്ങനെ കൂടിയിരിക്കും. ഏകദേശം 6 മണിക്കൂർ ആകുമ്പോഴേക്കും ഇത് ഫുള്ള് പോകും. പിന്നെ നമുക്കൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇദ്ദേഹം ഏകദേശം ഒരു 1 മണിക്കൂറിൽ നമ്മുടെ ഇവിടെ ഹോസ്പിറ്റലിൽ എത്തി. അപ്പോൾ ഇവർക്ക് ഇത്രയും ഭാഗമായിരുന്നു ഡാമേജ് ഉണ്ടായിരുന്നത്. നേരത്തെ നമ്മൾ ഇവിടെ തൊട്ടാണ് ബ്ലോക്ക് കണ്ടത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു മൈക്രോ കത്തീറ്റർ, അതൊരു വളരെ ചെറിയൊരു ട്യൂബാണ്, അത് ആ ബ്ലോക്കിലൂടെ കടത്തിവിട്ട് എവിടെ വരെയാണ് ബ്ലോക്ക് നമ്മൾ ഇഞ്ചക്ഷൻ എടുത്ത് നോക്കും. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത്ര ദൂരമുള്ളൊരു ബ്ലോക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മൾ സ്റ്റെൻഡ് ചെയ്യാൻ പോകുന്നത്. സ്റ്റെൻഡ് റിട്രീവർ ഒരു സാധനം ഉണ്ട്, സ്റ്റെൻഡ് പോലെ, അത് നമ്മളിവിടെ ഡിപ്ലോയ് ചെയ്യും. നമ്മൾ സ്റ്റെൻഡ് റിട്രീവർ വെച്ച ബ്ലോക്ക് ഒരു സക്ഷൻ്റെയും കൂടെ സഹായത്തോടെ വലിച്ചെടുത്തു. അങ്ങനെ ഈ രക്തക്കുഴൽ പഴയൊരു സിറ്റുവേഷനിലെത്തി. നേരത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ തൊട്ടായിരുന്നു അടവുണ്ടായിരുന്നു, ഇത്ര ഭാഗം ബ്ലഡ് ഇല്ലായിരുന്നു. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടിട്ടുണ്ട്, പഴയ പോലെ ഫുൾ നോർമലാകുകയും ചെയ്തു. അങ്ങനെ ആ രോഗി തിരിച്ച് പഴയൊരു ബലമൊക്കെ തിരിച്ചു വന്ന് അതേ ദിവസം തന്നെ നോർമലാക്കാനും നമുക്ക് സാധിച്ചു. ഈ രോഗി ഏകദേശം 1 മണിക്കൂറിനാണ് നമ്മുടെ അടുത്ത് എത്തിയത്. നമ്മൾ പെട്ടെന്ന് തന്നെ മെക്കാനിക്കൽ ത്രോംബക്ടമി എന്ന പ്രൊസീജിയറാണ് ചെയ്തത്. അങ്ങനെ രോഗിയുടെ ആ ബ്ലോക്ക് മാറ്റി രക്തോട്ടം പഴയ പോലെ പുനഃസ്ഥാപിച്ചു. രോഗി പഴയൊരവസ്ഥയിൽ എത്തിക്കാനും നമുക്ക് സാധിച്ചു. എത്ര പെട്ടെന്നാണ് ഇതുപോലെ ബ്ലോക്കായിട്ട് ഇവിടെ എത്തുന്നത്, അത്ര പെട്ടെന്നായിരിക്കും അത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ബ്ലോക്ക് മാറ്റാനുള്ള ചാൻസസും സർവൈവൽ ചാൻസസും കൂടുതലുള്ളത്. ഡോക്ടറെ, നമ്മുടെ ഫോളോവേഴ്സിന് സ്ട്രോക്ക് എന്താണെന്ന് മനസ്സിലായി, ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അല്ലെ പ്രഷർ ഉള്ളവർക്ക് മാത്രമല്ല എന്നൊക്കെ മനസ്സിലായി. ഇപ്പോൾ ഞങ്ങൾ 4 പേര് നിൽക്കുന്നിടത്ത് ഒരാൾക്ക് സ്ട്രോക്ക് ഉണ്ടായി എന്ന് വിചാരിക്കുക. ഡോക്ടർ പറഞ്ഞ ഈ ബി ഫാസ്റ്റ് എന്ന് പറയുന്നതിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ കണ്ടു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത്, അറിവില്ലാത്തൊരു വ്യക്തിയാണെന്ന് വിചാരിക്കുക, അപ്പോൾ ഞാൻ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഉടനടി ഞാൻ പറഞ്ഞ പോലെ സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ കൊണ്ടെത്തുക. അപ്പോൾ നമ്മൾ ഏത് സ്ഥലത്താണ് അവിടെയുള്ള സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലാണ് എത്തിക്കേണ്ടത്. അപ്പോൾ വളരെ ദൂരെയുള്ളൊരു ഹോസ്പിറ്റൽ ബെറ്റർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടല്ല കൊണ്ടുപോകുന്നത്. ഇപ്പോൾ നമ്മൾ ഈ സ്ഥലത്താണെങ്കിൽ ഇവിടെയുള്ള നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് ഏതാണ് സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ നമ്മൾ തിരിച്ചറിയണം. ആ ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് എത്തിക്കുകയാണ് വേണ്ടത്. പക്ഷേ സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരുപാടില്ലല്ലോ, 3-4 എണ്ണം അല്ലേ ഉള്ളൂ. യൂഷ്വലി ഇപ്പോൾ നമ്മുടെ കേരളം വരെ വളരെ ബ്ലെസ്ഡ് ആണ്. ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ ഉള്ളത് കേരളത്താണ്. ഇന്റർവെൻഷൻ നോളജിസ്റ്റ് ഏറ്റവും കൂടുതൽ ഉള്ളത് കേരളത്തിലാണ്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഞങ്ങൾ സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലാണ്. ഡോക്ടർക്ക് എങ്ങനെയാണ് ഈ ബെസ്റ്റ് സ്ട്രോക്ക് കെയർ അവാർഡ് കിട്ടിയത്, പ്രൊവൈഡർ അവാർഡ് കിട്ടിയത്? ഞങ്ങൾ ബേസിക്കലി ഒരു സ്ട്രോക്ക് യൂണിറ്റ് ആയിട്ടാണ് ഞങ്ങൾ ഫംഗ്ഷൻ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഒരു സ്ട്രോക്ക് ICU ഉണ്ട്, സ്ട്രോക്കിന് മാത്രമായിട്ടൊരു ICU. അവിടെ നമ്മൾ വേറെ പേഷ്യൻസ് ഒന്നുമില്ല, സ്ട്രോക്ക് പേഷ്യൻസ് മാത്രം. നമ്മുടെ സ്ട്രോക്ക് നഴ്സസ് ഉണ്ട് അവിടെ, അത് അതിനായിട്ട് തന്നെ ട്രെയിൻഡ് ആണ്. പ്രൊസീജിയർ കഴിഞ്ഞാലും BP എത്ര കൺട്രോൾ ചെയ്യണം അതൊക്കെ അവർ ട്രെയിൻഡ് ആണ്. പിന്നെ ഞാൻ ഇന്റർവെൻഷൻ ന്യൂറോളജിസ്റ്റിന് ലഭ്യതയുണ്ട്. ഞങ്ങളൊരു ന്യൂറോയ്ക്ക് മാത്രം ഒരു സ്പെഷ്യൽ കാത്ത് ലാബ് ഇപ്പം ഞങ്ങൾ വാങ്ങിക്കുകയാണ്.
അപ്പം അത് നമ്മുടെ ആ ക്വാളിറ്റി ബെറ്റർ ആക്കാനുള്ള ഒരു എയിം വെച്ചിട്ടാണ് ഈ അവാർഡ്സ് ഒക്കെ ലഭിക്കുന്നത്. നമ്മുടെ പേഷ്യൻസിന് നമ്മുടെ റിസൾട്ട്സ്, നമ്മുടെ കോംപ്ലിക്കേഷൻ റേറ്റ്സ് ഇതൊക്കെ നോക്കിയിട്ടാണ് അവർ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിപ്പോൾ പലപ്പോഴും നിങ്ങളോട് പല രീതിയിലുള്ള അസുഖങ്ങളെ പറ്റി പറയാറുണ്ട്, പുതിയ ടെക്നോളജി അല്ലെങ്കിൽ പുതിയ രീതികൾ പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ സ്ട്രോക്കിനെ പറ്റിയിട്ട് നോക്കിയപ്പോൾ കേരളത്തിൽ ഏറ്റവും മികച്ചതും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവാർഡ് കിട്ടിയതുമായ വ്യക്തിയാണ് ഞാൻ ആദ്യം തിരഞ്ഞെടുത്തത്. ഇനി നിങ്ങളുടെ കൺമുന്നിൽ എവിടെയെങ്കിലും സ്ട്രോക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇതിനെപ്പറ്റി ഒരു ഡൗട്ട് വരുവാണെങ്കിൽ മറക്കണ്ട, ആ സ്ട്രോക്കിന് വരുമ്പോൾ തന്നെ വരിക കിംസ് അൽഷിഫ പെരിന്തൽമണ്ണ എന്ന് നമ്മുടെ ജിതിൻ ഡോക്ടറിനെ മറക്കണ്ട. അദ്ദേഹം റെഡി ആയിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ടീം ഇവിടെ നിൽപ്പുണ്ട് നിങ്ങളുടെ സേഫാക്കി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ, അല്ലേ ഡോക്ടറെ? ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോമായി കാണാം. അതുവരയ്ക്കും ബൈ.